നമസ്കാരം. വാർത്തകൾ ആരംഭിക്കുന്നു. ബിജെപി സ്ഥാനാർത്ഥി നിർണയത്തിൽ അനിശ്ചിതത്വം തുടരവെ അന്തിമ തീരുമാനം അമിത്ഷായ്ക്ക് വിട്ടു. പത്തനംതിട്ട സീറ്റിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അവ്യക്തത തുടരുന്നു. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം എറണാകുളത്തും AN രാധാകൃഷ്ണൻ ചാലക്കുടിയിലും സ്ഥാനാർത്ഥികളായേക്കും. സ്ഥാനാർത്ഥിത്വത്തിനായി അവകാശവാദങ്ങൾ ഉയർത്തി നേതാക്കൾ പിടിവലി തുടർന്നതോടെയാണ് അന്തിമ തീരുമാനം ദേശീയ അധ്യക്ഷന് വിട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി സംസ്ഥാന നേതൃത്വവുമായി ചർച്ച പൂർത്തിയാക്കി. എന്നാൽ ചില സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും മണ്ഡലങ്ങളുടെ കാര്യത്തിലും വ്യക്തത വരുത്താൻ ഈ ചർച്ച കൊണ്ടും സാധിച്ചില്ല. പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ചർച്ച ചെയ്തു. കെ സുരേന്ദ്രൻ മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന സൂചന മാത്രമാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്നത്. കെ സുരേന്ദ്രനെ പത്തനംതിട്ടയിൽ തന്നെ മത്സരിപ്പിക്കണമെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പത്തനംതിട്ടയിൽ യോജിച്ച സ്ഥാനാർത്ഥി താനാണെന്ന നിലപാട് സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള ആവർത്തിച്ചു. തുടർന്നാണ് കലഹത്തിന് പരിഹാരം കാണാൻ വിഷയം അമിത്ഷായ്ക്ക് വിട്ടത്. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തെ എറണാകുളത്ത് സ്ഥാനാർത്ഥിയാക്കാൻ ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ ചാലക്കുടിയിലും KS രാധാകൃഷ്ണൻ ആലപ്പുഴയിലും സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. പട്ടിക ഇന്നോ നാളെയോ ആയി പ്രഖ്യാപിക്കുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. വയനാട് വടകര സീറ്റുകളെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം തീർന്നില്ല. ആറ്റിങ്ങൽ, ആലപ്പുഴ എന്നീ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ്, ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. വടകരയിൽ K മുരളീധരനും വയനാട്ടിൽ T സിദ്ദിഖും മത്സരിക്കുമെന്ന് വാർത്തകൾ വന്നെങ്കിലും ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുകയാണ്. ഗോവ നിയമസഭയിൽ ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ്. മുഖ്യമന്ത്രി മനോഹർ പരീക്കറിന്റെ മരണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം പ്രമോദ് സാവന്ത് മുഖ്യമന്ത്രിയായും സുധീർ ധവാലിക്കർ, വിജയ് സർദേശായ് എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നു. ഇതിനിടെ 40 അംഗ നിയമസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ഗവർണറെ കണ്ട് സർക്കാരുണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഏക NCP MLA പിന്തുണയും കോൺഗ്രസിനാണ്. എന്നാൽ 12 MLA-മാരുള്ള BJPക്ക് MGP, GFP പാർട്ടികളുടെ 3 വീതം MLA-മാരുടെയും 3 സ്വതന്ത്ര MLA-മാരുടെയും അടക്കം 21 പേരുടെ പിന്തുണയുണ്ടെന്നാണ് അവകാശവാദം. വിശ്വാസ വോട്ടെടുപ്പിൽ ഭൂരിപക്ഷമുണ്ടാക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിന് കുടിശ്ശികയായി കിട്ടാനുള്ള തുക എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. 2018 നവംബർ മുതലുള്ള വേതനത്തിന് 1154 കോടി രൂപ ഗ്രാമവികസന മന്ത്രാലയത്തിൽ നിന്നും കുടിശ്ശിക ഇനത്തിൽ ലഭിക്കേണ്ടതുണ്ട്. ഇതിനു പുറമെ ഭരണപരമായ ചെലവുകൾക്കായുള്ള 86.87 കോടി രൂപയും കുടിശ്ശികയാണ്. ഇത് പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കഴിയുന്ന തൊഴിലാളികൾ ചെയ്ത ജോലിയുടെ വേതനം ലഭിക്കാതെ അങ്ങേയറ്റം പ്രയാസപ്പെടുകയാണെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. കൊല്ലം ഓച്ചിറയിൽ രാജസ്ഥാൻ സ്വദേശിനിയായ 13-കാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. മുഖ്യപ്രതി പെൺകുട്ടിയുമായി ബാംഗ്ലൂരിലേക്ക് കടന്നെന്ന് സൂചന. കൂട്ടുപ്രതികൾ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ വരെ ഇവരെ അനുഗമിച്ചതിനുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചു. ട്രെയിൻ ടിക്കറ്റുകൾ സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചെന്നും പോലീസ് സ്ഥിരീകരിച്ചു. സംഭവത്തിൽ ഓച്ചിറ സ്വദേശികളായ അനന്തു, ബിബിൻ എന്നിവരെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ എടുത്തത്. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറും പോലീസ് കണ്ടെടുത്തു. ഓച്ചിറ വലിയ കുളങ്ങരയിൽ താമസിച്ചിരുന്ന രാജസ്ഥാൻ സ്വദേശികളായ കുടുംബത്തിലെ പെൺകുട്ടിയെ ഇന്നലെ വൈകിട്ടാണ് തട്ടിക്കൊണ്ടുപോയത്. ഇന്നലെ രാത്രി 10:30 വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം പിതാവിനെ മർദ്ദിച്ച ശേഷം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു പരാതി. ഓച്ചിറ സ്വദേശിയായ റോഷനും 3 സുഹൃത്തുക്കൾക്കുമെതിരെയാണ് മാതാപിതാക്കൾ ഓച്ചിറ പോലീസിൽ പരാതി നൽകിയത്. ഇതിനു പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് 4-അംഗ സംഘത്തിലെ 2 പേരെ കസ്റ്റഡിയിലെടുത്തത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാർ കായംകുളത്ത് നിന്നും പോലീസ് കണ്ടെടുത്തു. കാർ വാടകയ്ക്ക് നൽകിയ ആളും പോലീസ് കസ്റ്റഡിയിലുള്ളതായാണ് സൂചന. സംഭവത്തിൽ 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെങ്കിലും റോഷനെയും പെൺകുട്ടിയും കണ്ടെത്താനായിട്ടില്ല. റോഷൻ പെൺകുട്ടിയുമായി ബംഗളൂരുവിലേക്ക് കടന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന. അതേസമയം റോഷനും പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. സമാന സംഭവം നേരത്തെ ഉണ്ടായപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒത്തുതീർപ്പായിരുന്നു. കൊല്ലം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. റോഷനും പെൺകുട്ടിക്കുമായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
താമരശ്ശേരിയിലാണ് കോഴിക്കോട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എ പ്രദീപ് കുമാർ ഇന്നലെ പര്യടനം നടത്തിയത്. താമരശ്ശേരി രൂപത അധ്യക്ഷൻ റെജി മിയോസ് ഇഞ്ചനാനിയലിനെ സന്ദർശിച്ച അദ്ദേഹം കൊടുവള്ളി, താമരശ്ശേരി മേഖലകളിലെ സ്ഥാപനങ്ങളിലും സന്ദർശനം നടത്തി. UDF സ്ഥാനാർത്ഥിയും മണ്ഡലത്തിൽ പര്യടനം ആരംഭിച്ചു. കോഴിക്കോട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എ പ്രദീപ് കുമാർ പ്രധാനമായും കൊടുവള്ളി, താമരശ്ശേരി മേഖലകളിലാണ് പര്യടനം നടത്തിയത്. താമരശ്ശേരി രൂപത അധ്യക്ഷൻ റെജിമിയോസ് ഇഞ്ചനാനിയലിനെ കണ്ട അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. കർഷക കുടിയേറ്റ ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ രൂപതാധ്യക്ഷൻ റെജിമിയോസ് ഇഞ്ചനാനിയൽ എ പ്രദീപ് കുമാറിന് എല്ലാ വിജയാശംസകളും നേർന്നു. ബിഷപ്പ് ഹൌസിൽ നിന്നും ഇറങ്ങിയ അദ്ദേഹം താമരശ്ശേരി ടൗൺ മർക്കസ് ഗാർഡൻ കോളേജ്, കട്ടിപ്പാറയിലെ സാങ്ച്വറ ഡി അഡിക്ഷൻ സെന്റർ, അലിഷാൻ സ്കൂൾ, സെന്റ് പോൾ ആശ്രമം എന്നീ സ്ഥലങ്ങളിലെത്തി ജീവനക്കാരോടും വിദ്യാർത്ഥികളോടും അന്തേവാസികളോടും വോട്ട് അഭ്യർത്ഥിച്ചു. വൈകുന്നേരത്തോടെ കുടുംബയോഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് എ പ്രദീപ് കുമാർ പര്യടനം നടത്തിയത്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു വലിയ സംഘം തന്നെ എ പ്രദീപ് കുമാറിനെ വരവേൽക്കാൻ കുടുംബയോഗങ്ങളിൽ എത്തിയിരുന്നു. അതേസമയം MES ക്രിസ്ത്യൻ കോളേജ്, JDT എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളെയാണ് UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഇന്ന് സന്ദർശിച്ചത്. 10 വർഷമായി മണ്ഡലത്തിൽ താൻ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് MK രാഘവൻ വിദ്യാർത്ഥികളെ സമീപിക്കുന്നത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് ഇനി ഉണ്ടാവില്ലെന്ന സാക്ഷി മഹാരാജിന്റെ പ്രഖ്യാപനം ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് KR മീര. ഇനി ശരിയായ പക്ഷത്ത് നിന്നില്ലെങ്കിൽ തിരുത്താൻ പറ്റാത്ത തെറ്റാകുമെന്നും മീര പറഞ്ഞു. അധികാരം ഉപയോഗിച്ച് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നവരെ ആരാച്ചാർ എന്ന് പറയാമെന്നും മീര കൂട്ടിച്ചേർത്തു. ആരാച്ചാർ എന്ന കഥയിലൂടെ ഒരു പെൺകുട്ടി അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും രാജ്യത്തിനുണ്ടായിരിക്കുന്ന മാറ്റങ്ങളും നമുക്ക് പറഞ്ഞു തന്ന ചെറുകഥാകൃത്ത് കൂടിയാണ് KR മീര. ഇപ്പോൾ KR മീര നമ്മളോടൊപ്പമുണ്ട്. ഇന്ന് രാജ്യത്തിന്റെ അവസ്ഥ ആ പറയുന്ന കഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണോ? എന്താണ് സാംസ്കാരിക രംഗം നേരിടുന്ന ഒരു ഭീഷണി കൂടി? രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം രാജ്യം ഭരിക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നേതാവിൻ്റെ അഭിപ്രായ പ്രകടനമാണ്. അതായത് അവരിനിയും ജയിച്ചാൽ ഇവിടെ ഇനി ഇലക്ഷന് ആവശ്യമില്ല, അല്ലെങ്കിൽ നടക്കുകയില്ല എന്നർത്ഥം വരുന്ന രീതിയിൽ. അപ്പോൾ അത് വളരെ ഭീകരമായൊരവസ്ഥയാണ്. ജനാധിപത്യത്തിൻ്റെ അവസാനത്തെ ആശ്രയമാണ് ഓരോ തിരഞ്ഞെടുപ്പും എന്നുള്ളതുകൊണ്ട് എഴുത്തുകാർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ രചനകളിലൂടെ ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയാൻ ശ്രമിച്ചിട്ടുള്ളത് എങ്ങനെ ജനാധിപത്യ ബോധം നാം സ്വാംശീകരിക്കണം എന്നതാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. എഴുത്തുകാർക്ക് എപ്പോഴും ഹൃദയപക്ഷത്ത് മാത്രമേ ചേർന്ന് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ആരാച്ചാർ എന്ന് പറയുന്ന ആ പദം ഇന്നത്തെ രാഷ്ട്രീയ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ടോ? ഇന്നത്തെ ഭരണകൂടം എല്ലാ കാലത്തും അധികാരത്തിൻ്റെ അധീശത്വത്തിൻ്റെ പ്രതീകമായി നിൽക്കുന്ന ഒരു വലിയ ശ്രേണിയുടെ അങ്ങേയറ്റത്തെ ഏറ്റവും താഴത്തെ തട്ടിൽ നിൽക്കുന്ന ആളാണ് ആരാച്ചാർ. അതുകൊണ്ട് അധികാരത്തെ കുറിക്കുന്നത് എന്തും അതുമായി ബന്ധപ്പെട്ടതാണ്. ഭരണകൂട ഭീകരതയാണ് ഇവിടെ KR മീര ആരാച്ചാർ എന്ന് വിളിച്ച് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. KR മീരയ്ക്കും ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ഉഴവൂർ ഗ്രാമപഞ്ചായത്തിൽ UDF ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് M BJPയുമായിട്ടാണ് അധികാരം പങ്കിടുന്നത്. BJPയുമായി സഖ്യം തുടരുമ്പോൾ കോൺഗ്രസും ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ നിശബ്ദരായി പിന്തുണയ്ക്കുകയാണ്. BJP സഖ്യം തുടരുന്നതിൽ അനൗചിത്യം തോന്നാത്ത കേരള കോൺഗ്രസ് എമ്മിനെ കൊണ്ട് കോൺഗ്രസ് എങ്ങനെയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPയെ നേരിടാൻ പോകുന്നത് എന്നാണ് ഉയരുന്ന ചോദ്യം. 13 അംഗ ഉഴവൂർ പഞ്ചായത്തിൽ UDFിലെ കേരള കോൺഗ്രസ് എമ്മിന് 4ഉം കോൺഗ്രസിന് 3ഉം അംഗങ്ങളുണ്ട്. പക്ഷേ ഭരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ടായിട്ടും BJP അംഗത്തെ വൈസ് പ്രസിഡന്റാക്കി കൂടെ കൂട്ടിയാണ് ഇപ്പോഴത്തെ ഭരണം. ആദ്യ 2 വർഷം കോൺഗ്രസിന് പ്രസിഡന്റും കേരള കോൺഗ്രസ് എമ്മിന് വൈസ് പ്രസിഡന്റും സ്ഥാനങ്ങൾ നൽകി. പിന്നീടാണ് രഹസ്യധാരണയിലൂടെ BJPയെ കൂടി മാണി വിഭാഗം ഭരണസമിതിയിൽ എത്തിച്ചത്. BJPയുമായുള്ള മാണിയുടെ രഹസ്യധാരണയെ തള്ളിപ്പറയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകാത്തതിനാൽ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം വെട്ടിലായിരിക്കുകയാണെന്ന് ഉഴവൂർ മണ്ഡലം പ്രസിഡന്റ് KS ജോമോൻ പറഞ്ഞു. ഞങ്ങൾക്ക് പ്രതിസന്ധിയുണ്ട്, പക്ഷേ ഞങ്ങൾക്കും മറ്റൊരു ഓപ്ഷൻ ഇല്ല.
ഞങ്ങൾക്ക് ഇത് ഞങ്ങൾക്കിത് ചുമന്നേ കഴിയൂ. അങ്ങനെ ഒരു ഗതികേടിന്റെ അവസ്ഥ പലപ്പോഴും ഉണ്ട്. തദ്ദേശ ഭരണത്തിന്റെ അവസാന ലാപ്പിൽ BJPക്ക് പ്രസിഡന്റ് സ്ഥാനവും കേരള കോൺഗ്രസ് എമ്മിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും പരസ്പരം വച്ചുമാറാനാണ് സഖ്യത്തിന്റെ ഉടമ്പടി അനുസരിച്ചുള്ള ധാരണ. കോൺഗ്രസിനേക്കാൾ BJPക്ക് പ്രാധാന്യം കൊടുക്കുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധി വിജയിച്ചാൽ പാർലമെന്റിൽ BJPക്ക് ഒപ്പം ചേരില്ലേ എന്നാണ് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തുഞ്ചന്റെ മണ്ണിൽ ആവേശമിതറി പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി PV അൻവറിന്റെ പര്യടനം. മലയാളം സർവകലാശാല അടക്കമുള്ള ക്യാമ്പസുകളിൽ PV അൻവറിന് വിദ്യാർത്ഥികൾ നൽകിയത് ഊഷ്മള സ്വീകരണം. പൊന്നാനിയിൽ വികസനം പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാണെന്ന് PV അൻവർ പീപ്പിളിനോട് പറഞ്ഞു. പൊന്നാനി മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ രണ്ടാം ഘട്ട പര്യടനത്തിലാണ്. ചൊവ്വാഴ്ച തിരൂർ നിയോജക മണ്ഡലത്തിൽ PV അൻവർ വോട്ടർമാരെ കണ്ടു. തിരുനാവായിൽ നിന്ന് ആരംഭിച്ച പര്യടനം ആദവനാടാണ് സമാപിച്ചത്. മണ്ഡലത്തിലെ വികസനം തന്നെയാണ് പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമെന്ന് അൻവർ പീപ്പിളിനോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഒരു ഏറ്റവും ചുരുക്കി പറഞ്ഞ കേന്ദ്രീയ വിദ്യാലയം പോലും ഇല്ലാത്ത ഒരു പാർലമെന്റ് മണ്ഡലം, വലിയ 2 റെയിൽവേ സ്റ്റേഷനുകളുള്ള ഏകദേശം ജില്ലക്ക് 60-70 കിലോമീറ്റർ റെയിൽപാതയുള്ള ജില്ലയിലൂടെ 36ഓളം അന്തർ സംസ്ഥാന ഇന്റർസ്റ്റേറ്റ് ട്രെയിൻസ് കടന്നു പോകുന്നുണ്ട്. 3-4 ട്രെയിനാണ് നിർത്തുന്നത്. ആ ട്രെയിനിനെ പോലും നിർത്താൻ കഴിഞ്ഞില്ല. അതിനുള്ള താല്പര്യം പോലും മുമ്പുണ്ടായിരുന്ന ഇപ്പോൾ നിലവിലുള്ള MP അടക്കമുള്ളവർ താല്പര്യമെടുത്തില്ല എന്ന ജനങ്ങളുടെ പരാതി എത്രമാത്രം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാർലമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഈ മണ്ഡലത്തെയും ഈ ജനങ്ങളെയും അവർ അവഗണിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഉച്ചയോടെ തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലെത്തിയ സ്ഥാനാർത്ഥിയെ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളികളോടെ വരവേറ്റു. പിന്നീട് ക്ലാസ് മുറികളിലെത്തി ഹ്രസ്വമായ വോട്ടഭ്യർത്ഥന. മലയാളം സർവകലാശാലയിലും PV അൻവറിന് മികച്ച സ്വീകരണമാണ് ലഭിച്ചത്. വളരെ ആത്മവിശ്വാസത്തോടെയാണ് സ്ഥാനാർത്ഥി പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. 2004 തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മാത്രമാണ് UDFന് ഒപ്പം നിന്നത്. ആ പൊന്നാനി പോലും പിടിച്ചടക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് സ്ഥാനാർത്ഥി PV അൻവർ നമ്മോട് പങ്കുവച്ചത്. മലയാളം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്നും ക്യാമറാമാൻ ജിബേഷിനൊപ്പം AK ലതീഷ്. തെരഞ്ഞെടുപ്പിന്റെ മറവിൽ വ്യക്തിഹത്യയും കള്ളപ്രചാരണവും നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥിയെയും നേതാക്കളെയും അവഹേളിച്ച് ഇമെയിൽ വഴി വ്യാജ സന്ദേശം പ്രചരിപ്പിച്ച സംഭവത്തിൽ ഇടത് നേതാക്കൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. കട്ടപ്പന ചമ്പകപ്പാറ സ്വദേശി വിദേശത്ത് നിന്നാണ് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്. ഇടുക്കി ന്യൂസ് എന്ന ഇമെയിൽ വഴി LDF നേതാക്കൾക്കും സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിനുമെതിരെ കുപ്രചാരണങ്ങൾ പടച്ചുവിടുകയാണ്. 2014 തെരഞ്ഞെടുപ്പിലും വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു. CPIM ജില്ലാ കമ്മിറ്റിയുടെ ലെറ്റർ പാഡ് വ്യാജമായി നിർമ്മിച്ച വ്യക്തി ഇടുക്കി മെത്രാനെ വധിക്കാൻ സഹായം അഭ്യർത്ഥിച്ചുള്ള സന്ദേശമാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചിരിക്കുന്നത്. അപകീർത്തിപ്പെടുത്തുന്ന ഈ പ്രവർത്തനം നടക്കുന്നത് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടെയാണെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CV വർഗീസ് പറഞ്ഞു. ഇത് സംബന്ധിച്ച് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പെറ്റീഷൻ വീണ്ടും ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരെ ഞങ്ങൾ ഒരു പ്രതികരണം നമ്മുടെ നാട്ടിൽ ഉയർന്നു. ഇത്തരം സാമൂഹ്യ വിരുദ്ധന്മാരെ നമുക്ക് ഒറ്റപ്പെടുത്താൻ കഴിയും. രാഷ്ട്രീയത്തിനെ രാഷ്ട്രീയമായി നമുക്ക് നേരിടാം, രാഷ്ട്രീയ പ്രശ്നങ്ങളെ കാണാം. സംഭവത്തിൽ IT നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്താൻ സംസ്ഥാന ഹൈടെക് സെല്ലിനും ജില്ലാ പോലീസ് മേധാവിക്കും ഇടത് നേതാക്കൾ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വടകരയെ ഇളക്കിമറിച്ച് LDF സ്ഥാനാർത്ഥി P ജയരാജന്റെ പര്യടനം തുടരുന്നു. ഓരോ കേന്ദ്രങ്ങളിലും നിരവധി പേരാണ് പ്രിയ സ്ഥാനാർത്ഥിയെ വരവേൽക്കാൻ എത്തുന്നത്. വടകര മണ്ഡലത്തിൽ ആവേശത്തിരയിളക്കിയാണ് P ജയരാജന്റെ സ്ഥാനാർത്ഥി പര്യടനം തുടരുന്നത്. ബാൻമേളകളുടെയും മുദ്രാവാക്യം വിളികളോടെയുമാണ് ഓരോ കേന്ദ്രത്തിലും വോട്ടർമാർ സ്ഥാനാർത്ഥിയെ വരവേൽക്കുന്നത്. വിവിധ കോളേജുകൾ സന്ദർശിക്കാനെത്തിയപ്പോൾ കന്നി വോട്ടർമാർ ഉൾപ്പെടെയുള്ള പുതുതലമുറയുടെ ആവേശകരമായ വരവേൽപ്പ്. പെൺകുട്ടികളും ആൺകുട്ടികളും പ്രിയ നേതാവിനൊപ്പം സെൽഫിക്കായി മത്സരം. കന്നി വോട്ടർമാർ അവർ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് രാജ്യം അപകടത്തിൽ. ആ അപകടത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാനുള്ള കന്നി വോട്ടർമാരുടെ ആഗ്രഹം ഈ പര്യടന വേളയിലൊക്കെ തന്നെ ബോധ്യമായിട്ടുണ്ട്. അത്തരമൊരു ശക്തമായിട്ടുള്ള ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു കൊടുങ്കാറ്റാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ അലയടിക്കാൻ വേണ്ടി പോകുന്നത്.
അത് വരുമ്പോൾ ഇടതുപക്ഷ വിരുദ്ധന്മാർ പലതരത്തിലുള്ള കോപ്രായങ്ങളും കാണിക്കും, അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കാൻ ശ്രമിക്കും. വൈകിട്ട് വൻ ജനസഞ്ചയത്തിന്റെ അകമ്പടിയോടെ നഗരത്തെ ഇളക്കിമറിച്ച റോഡ് ഷോയും. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ കടത്തനാടൻ മണ്ണ് പി ജയരാജന് ആവേശോജ്വലമായ സ്വീകരണമാണ്, വരവേൽപ്പാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വടകരയിൽ നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം പി വി കുട്ടൻ. മാർച്ച് 22-ന് കൈരളി TV ദുബായിൽ സംഘടിപ്പിക്കുന്ന ഇശൽ ലൈല മെഗാ ഷോയിൽ പങ്കെടുക്കാൻ UAE-യിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളും ദുബായ് ഇത്തിസാലാസ് അക്കാദമിയിൽ നടക്കുന്ന ഇശൽ ലൈലയിൽ ഫാഷൻ ഷോ ഒരുക്കിയാണ് UAE-യിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ ഇശൽ ലൈലയുടെ ഭാഗമാകുക. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. വിധിയുടെ വൈപരീത്യങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്ന ആത്മവിശ്വാസവുമായാണ് ഈ കുട്ടികൾ ഇശൽ ലൈല അവാർഡ് വേദിയിലെത്തുന്നത്. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കേണ്ടവരല്ല, മറിച്ച് തങ്ങളുടെ ഉള്ളിലെ പ്രതിഭയെ മിനുക്കിയെടുക്കുക എന്ന നിശ്ചയദാർഢ്യം കൂടിയാണ് ഈ കുട്ടികൾ പ്രകടിപ്പിക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് വേണ്ട സഹായങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുന്ന UAE-യിലെ ഹെവൻലി ഏഞ്ചൽസ് എന്ന കൂട്ടായ്മയാണ് കൈരളി TV ഇശൽ ലൈലയുമായി സഹകരിക്കാൻ മുന്നോട്ട് വന്നത്. 10,000 ഒഴുകിയെത്തുന്ന ഇശൽ ലൈല അവാർഡ് വേദിയിൽ ഈ കുട്ടികൾ തങ്ങളുടെ സർഗവൈഭവം പ്രകടിപ്പിക്കും. ഫാഷൻ ഷോക്കായി തകൃതിയായ പരിശീലനമാണ് ഇവർ നടത്തുന്നത്. ഹെവൻലി ഏഞ്ചൽസ് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ബിന്ദുവിന്റെ മേൽനോട്ടത്തിലാണ് ദുബായ് കിസേസിലെ വിന്നേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുട്ടികളുടെ ഫാഷൻ ഷോയുടെ പരിശീലനം പുരോഗമിക്കുന്നത്. കുട്ടികളത് ഫാഷൻ ഷോ ആണ്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഫാഷൻ ഷോ ആയിട്ട് ഈ ഒരു ഇങ്ങനെ ഒരു വലിയൊരു സ്റ്റേജിൽ, അതായത് ഈ ഒരു ഇശൽ ലൈല പോലത്തെ ഇത്രയും ബിഗ് സ്റ്റേജിൽ ഞങ്ങളുടെ കുട്ടികൾ പങ്കെടുക്കുകയാണ്. അതിന് വലിയൊരു ഭാഗ്യമാണ് ഞങ്ങളുടെ കുട്ടികൾക്കുള്ളത്. നമ്മൾ ശരിക്കും എക്സൈറ്റഡിലല്ല ഈ മമ്മൂട്ടി പോലെ ബിഗ് സ്റ്റാറിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ കുട്ടികൾ, അത് ഞങ്ങളൊരു നോർമൽ കുട്ടികൾക്കും കൂടി കിട്ടാത്ത അത്രയും നല്ലൊരു ഭാഗ്യമാണ് ഞങ്ങളുടെ ഈ സ്പെഷ്യൽ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം എത്രമാത്രം നന്നാക്കുക എന്ന രീതിയിലാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. നമ്മൾ ഒരുപാട് പ്രാവശ്യമായിട്ട് പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഇവിടെ വിന്നേഴ്സിൽ ഈ സ്ഥലം നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. നമ്മുടെ കുട്ടികൾ ശരിക്കും എക്സൈറ്റഡ് ആണ്. ഓരോരുത്തരും വെയിറ്റ് ചെയ്യണം ആ സ്റ്റേജിൽ ശരിക്കും ഒരു ക്യാറ്റ് വാക്ക് ചെയ്യാൻ വേണ്ടി. എൻ്റെ കുട്ടികളെ കൊണ്ട് പറ്റും ആ ക്യാറ്റ് വാക്ക് ചെയ്യാൻ. അവരെ എല്ലാവരെയും 2 കൈ കൊണ്ടും സ്വീകരിക്കണം. ശാരീരികവും മാനസികവുമായ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് കുട്ടികൾ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി ഉൾപ്പെടെ ചലച്ചിത്ര രംഗത്തെ വലിയൊരു താരനിരയുടെ സാന്നിധ്യത്തിലാണ് ഈ കുട്ടികൾ അരങ്ങിലെത്തുക. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാപ്രകടനങ്ങൾക്ക് ഉജ്ജ്വലമായ ഒരു വേദിയൊരുക്കുന്നതിലൂടെ ഉദാത്തമായ ഒരു സന്ദേശം കൂടിയാണ് കൈരളി TV ഒരുക്കുന്ന ഇശൽ ലൈല അവാർഡ് നിശ വിളിച്ചോതുന്നത്. ക്യാമറമാൻ ശരത് പയ്യട്ടത്തിനൊപ്പം ദുബായിൽ നിന്ന് ടി ജമാലുദ്ദീൻ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ 9 മണിക്ക്.